എല്ലാവരുടെ വീട്ടിലും തൈര് മുളക് കാണുമല്ലോ അല്ലേ? തൈര് മുളക് നമ്മൾ വറുത്ത് ചോറിൻ്റെ കൂടെ നമ്മൾ കഴിക്കാറുണ്ട് അല്ലേ? അതാണ് സാധാരണ നമ്മളെല്ലാവരും ചെയ്യുന്നത്. എന്നാൽ ഈ തൈര് മുളക് വെച്ചിട്ടൊരു കറി ഉണ്ടാക്കാം കേട്ടോ. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരട്ടെ. ഞാനൊരു 5 തൈര് മുളക് എടുത്തിട്ടുണ്ട്. കാരണം ഒരു 2-3 പേർക്ക് മതി. ഒരു 3 പേർക്കായാലും ഈ ഒരു 5-6 തൈര് മുളക് ഉണ്ടെങ്കിൽ ഒരു കറി ആക്കാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാൻ തൈര് മുളക് എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിൽ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ തൈര് മുളകെല്ലാം ഒന്ന് വറുത്തെടുക്കാം. ചെറുതായിട്ട് തീ കുറച്ച് വെച്ചിട്ട് വറുത്തെടുക്കണം, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ട് പതുക്കെ ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് സമാധാനത്തിൽ നമുക്ക് വറുത്തെടുത്താൽ മതി. ഒരുപാട് കരിയണ്ട. പൊട്ടയൊന്നുമില്ല, നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അടുത്ത് നിന്ന് തന്നെ ഇത് വറുത്തെടുക്കാൻ പറ്റും. പച്ചമുളകൊക്കെ ആണെങ്കിൽ നമ്മൾ ദൂരെ നിന്ന് വേണം വറക്കാനുള്ളത്. ഇത് അടുത്ത് നിന്ന് വറുത്താലും പൊട്ടിത്തെറിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. ഇതൊന്ന് നല്ലവണ്ണം മൂത്ത് വരട്ടെ. പക്ഷെ നല്ല മൂപ്പിച്ചെടുക്കണം കേട്ടോ. നല്ല ബ്രൗൺ കളർ ആവണം. ഒരുപാട് കരിയൊന്നും വേണ്ട, ഇച്ചിരി ഒരു ബ്രൗൺ കളർ ആയാൽ മതി. ഇതിന് നല്ല ഉപ്പാണ്. നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഭയങ്കര ഉപ്പ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ലേ? അപ്പോൾ നമുക്കിത് പെട്ടെന്ന് ഒന്ന് കടിച്ച് തിന്നുമ്പോൾ ഈ BP ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ ഉപ്പ് ഒരു പ്രശ്നമാകാം കേട്ടോ. ഈ തൈര് മുളകിൽ ശരിക്കും ഉപ്പ് ചേർത്താണ് ഇത് ഉണക്കുന്നത്. നമ്മൾ വീട്ടിലായാലും അങ്ങനെ തന്നെ. ഇത് വീട്ടിലേതല്ല, ഇത് കടയിലതാണ്. വീട്ടിൽ ഞാൻ ഉണക്കും, പക്ഷേ ഇത് തീർന്നു പോയി. അപ്പോൾ ഇത് കടയിലതാണ് ഞാൻ എടുത്തത്. ഈ കറി എൻ്റെ അമ്മ വെച്ച് വീട്ടിൽ പോയപ്പോൾ അമ്മ വെച്ച് തന്നു. ഞാൻ ചോദിച്ചപ്പോൾ അതെങ്ങനെയാണെന്ന് അമ്മ പറഞ്ഞു തന്നു. ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റാം. ഈ രീതിയിൽ ഒന്ന് മുളക് വറുത്തെടുക്കണം. ഇതാണ്ടോ, ഇങ്ങനെ ഇത്രയും ഫ്രൈ ആവണം, നല്ല ഫ്രൈ ആവണം കേട്ടോ. ആയിട്ട് ഒരുപാട് കരിഞ്ഞൊന്നും പോകണ്ട. നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക. ചെറുതായിട്ട് ഒരു 30-40 സെക്കൻഡ് കൊണ്ട് തന്നെ ഇത് വറണ്ട് കിട്ടും. ഇനി അതിൽ എണ്ണ ഇരിപ്പുണ്ട്. ഇത് ഇത്രയുടെ ആവശ്യമില്ല, അതുകൊണ്ട് കുറച്ചങ്ങ് കോരി മാറ്റാം. മാറ്റി വെച്ചെന്നാലും കുഴപ്പമില്ല, നമുക്ക് ഇനി ഉപയോഗിക്കാമല്ലോ. ഈ മുളക് വറുത്ത എണ്ണ നമുക്ക് 1-2 പ്രാവശ്യം കൂടെ വേണമെങ്കിലും ഉപയോഗിക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഇത്രയും എണ്ണയുടെ ആവശ്യമേ ഉള്ളൂ. ഇനി ഇതിൽ ഒരു 2 കടുക് ഒന്ന് എടുക്കട്ടെ. ഒരു 2 കടുക് ഞാനൊന്ന് ഇട്ടിട്ടുണ്ട്. കുറച്ച് മതി കടുക്, ഒരുപാടൊന്നും വേണ്ട. ഇതൊന്ന് പൊട്ടി വരട്ടെ. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഒരല്പം കറിവേപ്പില കൂടെ ഒന്നിട്ട് കൊടുക്കാം. ഇതൊന്ന് പൊട്ടട്ടെ. ഈ കറിവേപ്പില ഒന്ന് റെഡി ആയിക്കോട്ടെ. കറിവേപ്പിലയും റെഡിയായി വന്നു. ഒരു പിഞ്ച് ഉപ്പ് ഒന്നിട്ട് കൊടുക്കാം. എന്നിട്ട് ഇച്ചിരി കട്ട തൈര് ഒന്നിലേക്ക് ഒഴിക്കുകയാണ്. ഇനി ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ വറുത്ത് വെച്ചിരുന്ന മുളക് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അടിപൊളി കറി ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എന്താ ടേസ്റ്റ് ആണെന്നറിയാമോ ഇത് കഴിക്കാനായിട്ട്? തിളപ്പിക്കുകയൊന്നും വേണ്ട. ഈ ചൂട് എണ്ണയിൽ തന്നെ തൈരങ്ങ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അല്ല, തണുത്ത തൈര് ഇച്ചിരി ഒന്ന് ചൂടാവണം. ഇത് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ ആയിരിക്കുമല്ലോ തൈര് വെച്ചിരിക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ തൈരെടുത്ത് തലേ ദിവസമേ എടുത്ത് വെളിയിൽ വെച്ചതിന് ശേഷം ഇത് ഒരു 2 മിനിറ്റ് ഒന്നിരിക്കുമ്പോൾ ഇതെല്ലാം കുതിർന്ന് വരും കേട്ടോ. ഈ മുളകൊക്കെ നല്ല കുതിർന്ന് എന്ത് ടേസ്റ്റ് ആണെന്നറിയാമോ? ഇതും ഒരു അച്ചാറും ഉണ്ടെങ്കിൽ നമുക്ക് ഇത് മാത്രം മതി ചോറുണ്ണാനായിട്ട്. ഈ മുളകൊക്കെ ഒരു 2 മിനിറ്റ് കഴിയുമ്പം നല്ല കുതിർന്ന് കിട്ടും കേട്ടോ. അതങ്ങോട്ട് കടിച്ച് തിന്നാനുണ്ടല്ലോ, എന്ത് ടേസ്റ്റ് ആണെന്നറിയാമോ? അപ്പോൾ നിങ്ങൾ തൈര് മുളക് നിങ്ങളുടെ വീട്ടിൽ ഉണ്ട്, അല്ലെങ്കിൽ ഒന്നിൽ നിങ്ങൾ ഉണക്കിയെടുക്കുകയാണ്, അല്ലെങ്കിൽ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കറി വച്ച് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം അറിയിച്ചോളൂ. എന്തായാലും ചീത്തയാണ് എന്നുള്ള രീതിയിലൊരു അഭിപ്രായം വരത്തില്ല. കാരണം ഞാനിത് കഴിച്ചിട്ടുള്ളതാണ്. കഴിച്ചപ്പോൾ എനിക്ക് തോന്നി അന്ന് തന്നെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു. അന്ന് പക്ഷേ മുളകും തൈരും ഒന്നും ആവശ്യത്തിന് എൻ്റെ വീട്ടിലില്ലായിരുന്നു. മുളകില്ലായിരുന്നു കേട്ടോ. ഉള്ള കാര്യം തൈരുണ്ടായിരുന്നു, മുളകില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അന്ന് തന്നെ വയ്ക്കാത്തത്. ഇത് 2-3 ദിവസമായി ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ പോയപ്പം വച്ച് കഴിച്ചതാണ്. സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതുപോലെ തൈര് മുളകും തൈരും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു കറിയാക്കാം. അപ്പോൾ നമുക്കൊരു കറിയും ആവും അല്ലേ? ആരെങ്കിലും പെട്ടെന്ന് വിരുന്നുകാർ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു തൈര് മുളക് കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ബായ്. ഞാൻ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഉടനെ തന്നെ നമ്മൾ ഒഴിച്ച് കഴിഞ്ഞ് ഒരു 2 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ പാത്രത്തിലോട്ടൊന്ന് മാറ്റണം. കാരണം തൈര് ഒരുപാട് തിളക്കുകയോ ഒന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. അപ്പം നിങ്ങൾ അത് വളരെ ശ്രദ്ധിക്കണം. തിളച്ചു പോകാൻ പാടില്ല തൈര്. കണ്ടോ, ഇപ്പം തന്നെ വായിൽ വെള്ളം വരുന്നില്ലേ ചോറുണ്ണാനായിട്ട്? അപ്പോൾ നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കുക കേട്ടോ. ഓക്കെ, ബായ്.